അടുത്ത ഫ്ലാറ്റുകളിൽ ബെല്ലടിച്ചാൽ ഇവൻ കിടന്ന് കരയ്ക്കും. അടുത്ത ആ ഫ്ലാറ്റിലേക്കുള്ള ആൾക്കാർ ഡോറ് തുറക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും സംസാരം കേൾക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുള്ളി കിടന്ന് കുരയ്ക്കും. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു അവൻ അനുസരിക്കില്ല. അപ്പൊ ആ സമയത്ത് നമ്മള് പറഞ്ഞാൽ വരില്ല, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ നോക്കുക പോലുമില്ല. ഇപ്പൊ അവൻ കുരയ്ക്കുന്നില്ല. അങ്ങനെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് വരണം അതിനകത്ത്. ഒറ്റ ലിമിറ്റില് അവൻ ബാക്കി ഇപ്പൊ ബെല്ലടിച്ചോണ്ടിരിക്കുന്നു, അവൻ കുരയ്ക്കുന്നില്ല. ഇതാണ് ആള് പാവമാണ്, ഭയങ്കര ലവബിൾ ഒക്കെയാണ്. നമ്മൾ വിളിച്ചാൽ അടുത്തൊക്കെ വരും, ഒക്കെ ചെയ്യും. ഇവന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം അടുത്ത ഫ്ലാറ്റുകളിൽ ബെല്ലടിച്ചാൽ ഇവൻ കിടന്ന് കരയ്ക്കും. അടുത്ത ആ ഫ്ലാറ്റിലേക്കുള്ള ആൾക്കാർ ഡോറ് തുറക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും സംസാരം കേൾക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുള്ളി കിടന്ന് കുരയ്ക്കും. അതുപോലെ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് അപ്പുറത്തെ ബാൽക്കണിയിൽ ആൾക്കാരെ കണ്ടാൽ നിന്ന് കുരയ്ക്കും. നമ്മുടെ ഇതിന്റെ ഫ്രണ്ടിൽ കോളിംഗ് ബെൽ അടിച്ചാലോ? അടിച്ചാ ഇപ്പൊ ഞാൻ അടിച്ച് കാണിക്കാം. സ്റ്റേ പറഞ്ഞു പോണേ. സ്റ്റേ ഒക്കെ പറഞ്ഞാൽ ചിലപ്പോ ഇവിടെ നിൽക്കും, ഞാൻ പിടിക്കാതെ ഒന്നും പറയണ്ട. അല്ലാതെ എന്തുവാണോ അല്ലാതെ ചിലപ്പോ ഇനി 2 മിനിറ്റ് കഴിഞ്ഞ് അടിച്ചാ മതിയേ. ഒന്നുകൂടി അടിച്ചേ. റിയോ കം. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു അവൻ അനുസരിക്കില്ല. കം എന്ന് പറഞ്ഞില്ല. അതുപോലെ ലീവിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പലപ്പോഴും അവനെ സൂക്ഷിക്കണേ, പോകാതെ അവൻ ഇറങ്ങി ഓടി കളയോ? വാതിൽ തുറന്ന ചിലപ്പോ ഓടും. അങ്ങനെ 2 പ്രാവശ്യം ഓടിയിട്ടുണ്ട്. ഇപ്പൊ എന്തിനാ കുരയ്ക്കുന്നേ? ഇപ്പൊ അതിന്റെ ബാക്കിയാണ്. അവിടെ ബെല്ല് വെച്ചിട്ടാണ് കുരയ്ക്കുക. പക്ഷെ ഇവൻ കുരയ്ക്കുന്ന സമയത്ത് ഇവരെ നമുക്ക് ഒബേ ചെയ്യിപ്പിക്കുന്ന സമ്മതിക്കില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇങ്ങനെ സമയത്ത് റിയോ സിറ്റ് ഇപ്പം അനുസരിച്ചു. പക്ഷെ അവിടെ ഇരുന്ന് ഇപ്പൊ നന്നായിട്ട് കുരയ്ക്കാൻ നിൽക്കട്ടെ ഡോറിലിരുന്ന്. അപ്പൊ ആ സമയത്ത് നമ്മള് പറഞ്ഞാൽ വരില്ല, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ നോക്കുക പോലുമില്ല. അതുപോലെ ഇപ്പൊ നമ്മുടെ ഇവിടെ റിപ്പയർ ചെയ്യാനൊക്കെ ആൾക്കാർ വരുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഇലക്ട്രിക്കലൊക്കെ. അപ്പൊ അവരെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് പേടിയായിരിക്കും. പക്ഷെ ഞങ്ങള് ഇവനെ മുറിക്കകത്ത് ഇടുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് പേടിയുള്ളവരാണ് നമ്മൾ അടുപ്പിക്കുകയില്ല. അല്ലാത്തവരുടെ അടുപ്പിക്കുമ്പോഴും നമ്മൾ ട്രീറ്റ് കൊടുത്താൽ പോലും അവൻ കഴിക്കുകയില്ല. ആ സമയത്ത് അവന്റെ കോൺസെൻട്രേഷൻ മുഴുവനും അവരോട് കുരയ്ക്കുന്നതിൽ തന്നെ ആയിരിക്കും. ഇതെല്ലാം യുദ്ധഭൂമിക്ക് സമാനമാണ്. അപ്പൊ അവിടെ നമ്മൾ ആഹാരം കൊണ്ടിട്ട് നമുക്ക് ഒരിക്കലും അവരെ തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല. അവിടെ നമ്മുടെ കമാൻഡിങ് പവർ മാത്രമേ ഉള്ളു അവിടെ യൂസ്ഫുൾ ആകുന്നത്. ഇപ്പോ നമ്മള് വരുന്ന എല്ലാരെയും അവർക്കനുസരിച്ചിട്ട് ഓരോരുത്തരെ കൊണ്ടിട്ടും പറയിക്കാൻ പറ്റത്തില്ലല്ലോ. ചിലര് പേടിയുള്ളവര് കാണും, ചിലര് ഡോനെ ഇഷ്ടമുള്ളവര് കാണും, ചിലര് ദേഷ്യമുള്ളവര് കാണും. എങ്ങനെയാണേലും നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് ഇവൻ നിൽക്കാന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ടുന്നത്. ഒന്നുകിൽ ലീവ് ഇറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ബാക്ക് എന്തെങ്കിലും ഒരു വാക്ക്. സാറിന് ഏതാ പറയാൻ സൗകര്യം? ഞാൻ ലിമിറ്റാ ഇപ്പൊ കുറെ നാളായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേന് അത് ഒരു ഒരു 1/2 സെക്കൻഡിൽ പറയാൻ പറ്റുമോ? ലിമിറ്റ് എത്ര സ്പീഡിൽ പറയാൻ പറ്റുമോ? പറ്റുമല്ലോ. ലിമിറ്റ് അങ്ങനെ പറയാം. ഇച്ചിരി കൂടെ സ്പീഡിലാക്കി നോക്കേ. ലിമിറ്റ് പറയാം. അടുപ്പിച്ചടുപ്പിച്ച് പറയണ്ട, ലിമിറ്റ് ഒറ്റ ഇതിൽ നിർത്തണം. മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ വല്ലതും എടുത്താൽ മതി. അത് വല്ലതും താഴെ നല്ല ശക്തിയിലൊരു ഒറ്റ അടി അടിച്ചിട്ട് ആ കൂട്ടത്തിൽ ലിമിറ്റ് എന്ന് പറയുക. മനസ്സിലായി. ഇയാള് ബാക്കിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ അയാളെ ആ ഒരു കുപ്പി വെച്ചിട്ട് തന്നെ ബാക്കിലോട്ട് കൈ കാണിച്ചിട്ട് കൊണ്ടുപോവുക. എവിടെങ്കിലും പോയി കിടക്കുവാണെന്നുണ്ടെങ്കിൽ ഗുഡ് പറഞ്ഞിട്ട് തടവുക. സിറ്റ് പറ. പുറകോട്ട് പോട്ടെ, ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയി ഒതുക്ക്. മതി, ശരി. അതിന് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് അവനെ തന്നെ നോക്കി നിൽക്കുക, കുറയ്ക്കുന്നില്ലെങ്കിൽ. നമ്മളങ്ങോട്ട് ചെല്ലുക. ഓക്കെ കുര നിർത്തുവാന്നേ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ബെല്ലടിക്കാൻ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നല്ലേ? അത് ഉണ്ടായിരുന്നു. അപ്പം അതിനൊരാളില്ല, മൂന്നാമതൊരാളില്ല, അതാ പ്രശ്നം. കുഴപ്പമില്ല. ഒന്നോടൊന്ന് ബെല്ലടിച്ചു നോക്കാവോ? ബെല്ലടിക്കാം, ഒരു മിനിറ്റ്. അവനെ ബാക്കിലാക്കിയിട്ട് തുറന്നാ മതി കേട്ടോ. അത് നേരത്തെ കൂട്ട് ബാക്ക് പറഞ്ഞാൽ കൊണ്ടു. പോട്ടെ. ഓക്കെ അങ്ങനെ മാറട്ടെ. അങ്ങനെ മാറണം. ഇപ്പൊ മാറണം.
നമ്മൾ പറയുമ്പോ ഇപ്പൊ ഒരാളുടെ അടുത്ത് കുറച്ചോണ്ടിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ വന്ന് പറയുമ്പോ ആള് ആ, മാറണം. ഇപ്പൊ അവൻ കുറയ്ക്കുന്നില്ല. ആ ഓക്കെ അങ്ങനെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് വരണം ആ. അതിനകത്ത്. ഒറ്റ ലിമിറ്റില് അവൻ ബാക്കി ഇപ്പൊ ബെല്ലടിച്ചോണ്ടിരിക്കുന്നു, അവൻ കുറയ്ക്കുന്നില്ല. ഓക്കെ, കുറയ്ക്കുവാണെങ്കിൽ ലിമിറ്റ് പറയുക, അടങ്ങി നിൽക്കുവാണെങ്കിൽ ഗുഡ് പറഞ്ഞ് തടവുക. ഗുഡ്. ഇപ്പൊ അടങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഗുഡ് പറഞ്ഞ് തടവി കൊടുക്കുക. ഗുഡ് ബോയ്. അപ്പൊ ഒരു ട്രീറ്റ് കൊടുത്തു. ഓക്കെ, ഇതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്താലോ? റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, കാം ആവുകയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ് കൊടുക്കുക, അന്നേരം തന്നെ കൊടുക്കാം കേട്ടോ. ആ മൊമെന്റിൽ കൊടുക്കുന്നതിനാണ് എഫക്ട്. ഒന്നുകൂടി ചെയ്യാം. അടച്ചിട്ട് വിട്ടു കൊടുക്കുക. കുറച്ചില്ല. അപ്പൊ ഗുഡ് പറഞ്ഞിട്ട് ട്രീറ്റ് കൊടുക്കുക. ഗുഡ് പറഞ്ഞ് ട്രീറ്റ് കൊടുക്കുക. ഗുഡ് ബോയ്. ഇപ്പൊ ബെല്ലടിക്കുന്നുണ്ടോ അവിടെ? ഉണ്ട്, ബെല്ലടിക്കുന്നുണ്ട്. പക്ഷെ കുറയ്ക്കുന്നില്ലല്ലോ. ഓക്കെ, ഇനി കയറി പോരാൻ പറ. ഇല്ല. ഇനി നമ്മള് കുപ്പി ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പക്ഷെ കുപ്പി കയ്യിലുണ്ട് എന്നുള്ള വിധത്തിൽ തന്നെ അങ്ങനെ ചുരുട്ടി പിടിച്ചു. ഗുഡ് ബോയ്. ഇപ്പൊ അടങ്ങിയിരിക്കുക. ഇപ്പൊ കുറച്ചില്ല. ബെല്ലടിക്കുന്നുണ്ടോ അവിടെ? ബെല്ലടിച്ചോണ്ടിരിക്കുവാണോ? ബെല്ലടിക്കുന്നുണ്ട്. ഒന്നുകൂടെ ട്രീറ്റ് കൊടുത്തോ ഗുഡ് പറഞ്ഞിട്ട്. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കുപ്പിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ ഗുഡിലും ആ ലീവിറ്റിലും മാത്രമായിട്ട് ഒതുങ്ങണം. അത് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കൂടുന്നതനുസരിച്ചിട്ടേ തനിയെ ചെയ്താൽ മതി. മനസ്സിലായി. ഇതിപ്പോ ഇനി കണ്ടിന്യൂ ചെയ്താൽ അത് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഇയാൾ ഒതുക്കുന്നത് എങ്ങനെയാന്ന്. മനസ്സിലായി. ഓക്കെ, നമുക്കിപ്പോ ഇത്രയും നാള് കിട്ടാത്ത ആ ഒരു അവിടെ കിട്ടിയല്ലോ, ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടിയല്ലോ. അത് കിട്ടി. അത് മൂന്നാമത്തെ ബെല്ലടിയിൽ അവൻ കുറച്ചില്ല. എന്നെ കണ്ടപ്പോഴേ അവൻ പുറകോട്ട്. ഇപ്പൊ കുറച്ചതേ ഇല്ലല്ലോ. 2.5 വയസ്സായിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ്. ഇപ്പൊ നമ്മള് അതിനൊരു സ്റ്റാർട്ട് ഇട്ട് തരുവാണ്. പല സിറ്റുവേഷൻസ് നമ്മൾ തന്നെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും അകത്തുള്ളപ്പോ വേറൊരാളെ കൊണ്ടിട്ടും ഒക്കെ അടുപ്പിച്ച് നോക്കുക. അടുപ്പിച്ചിട്ട് അകത്തുനിന്ന് നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുക. ഒരു സ്റ്റേജിൽ കുറഞ്ഞേ വരത്തുള്ളൂ. 2 വർഷമായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നല്ലേ. പക്ഷെ അയാൾക്ക് ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു വലിയ മാറ്റമാണ് ഉണ്ടായത്. മാറ്റം ഉണ്ടായി. കാരണം അവൻ രണ്ടാമത്തെ ഇതില് ആ കുപ്പി വെച്ച് ഞാൻ അവിടെ നിൽക്കുമ്പോ തന്നെ പിന്നെ കുറയ്ക്കാതെ ബാക്കിലേക്ക് പോയി. അവന് പേടിയുണ്ട്. എനിക്ക് ലീഡ് ചെയ്യാനായിട്ട് എനിക്ക് മുന്നിൽ ഒരാളുണ്ട് എന്ന് തോന്നിയാൽ മതി. അപ്പൊ പേടി കുറയും. ഇപ്പൊ നാളെ വളരെ കാമായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഗുഡ് പറഞ്ഞ് ട്രീറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യാം. കുറയ്ക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ പാനിക് ആകാതിരിക്കുക. നമ്മുടെ മനസ്സിൽ വേണം എന്തുവാണ് ചെയ്യാൻ പോകുന്നതെന്നൊരു ഐഡിയ വേണം. ഇപ്പൊ ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് മനസ്സിലായി.